എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജലീലാണ്, ദയാഗതി മന്ദിരം. പ്രിയപ്പെട്ട കുട്ടിപ്പട്ടാളം സുഹൃത്തുക്കളെ, നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദയാഗതി മന്ദിരം ഇപ്പോൾ 14 വർഷത്തിൽ ഏറെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഇത് നസീമ എൻ്റെ വൈഫാണ്. ഞങ്ങളാണിത് ഇങ്ങനൊരു സംരംഭം തുടങ്ങുകയും ഞങ്ങൾ തന്നെയാണ് ഇവരെ സംരക്ഷിച്ചു പോരുന്നത്. നിലവിലിപ്പോൾ 52ഓളം അച്ഛനമ്മമാരുണ്ട്. കൂടാതെ അതിൽ തന്നെ പ്രായം കുറഞ്ഞവരുണ്ട്. അവർ ശരിക്കും മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. കുടുംബക്കാരെ ഏറ്റെടുക്കാത്തൊരവസ്ഥയിൽ വരുമ്പോഴാണ് അവരെ നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒരു ദിവസം ഇവിടെ സാധാരണ ചിലവ് എങ്ങനെ ഭക്ഷണത്തിന് സ്പെഷ്യലൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു 5500 രൂപയോളമാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും വല്ല സ്പോൺസർമാർ വരാറുണ്ട്, ഭക്ഷണം കൊണ്ടുവന്ന് തരും. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോണത്. കൂടാതെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈ ഭക്ഷണത്തിലും നല്ലത് അതിനുള്ള പലചരക്ക് സാധനങ്ങൾ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം. അപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ദിവസം കൊണ്ട് കഴിഞ്ഞ് പോകാൻ പറ്റും. സമയനീതി വകുപ്പിൻ്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ ഗ്രാൻഡൊന്നും ഞങ്ങൾക്ക് ആയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ നേരിട്ട് എടുക്കുന്നതല്ല ഇവരെ. സമയനീതി വകുപ്പിൻ്റെ പോലീസിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഞങ്ങൾ ഇവരവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. ഇതിൽ മക്കളുള്ളവരെന്ന് പറയുന്ന 3 പേരുള്ളൂ. അത് അവർ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളതിൻ്റെ പേരിലാണ്. ബാക്കി എല്ലാവരും കല്യാണം കഴിക്കാത്തവരും ഭർത്താവ് മരിച്ചു പോയവരൊക്കെ. അവർക്ക് യാതൊരു സഹായങ്ങളും എത്തിപ്പെടാനില്ലാത്തവരുമാണ്. ബന്ധുക്കളോ മറ്റുള്ളവരോ ഒന്നും നോക്കാനുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എത്തിപ്പെട്ടേക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരുടെ മനസ്സുകളുടെ സഹായത്തോടെയാണ് ഇത്രയും നാളിത് മുന്നോട്ട് പോയത്. നീയും എല്ലാവരും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി സഹായം ചെയ്യണമെന്ന് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ട്. അതിനുള്ള സൗകര്യത്തിൽ വളരെ പിന്നാക്കമാണ്. അതിന് സൗകര്യം ഇതിനുള്ള വഴി നിങ്ങളായിട്ട് എത്തിച്ചു തരണമെന്ന്. പിന്നെ ഞങ്ങൾ കൂടുതൽ ഈ സ്ഥാപനം ഉള്ളു റോഡിലാണ്. അത് കാരണം വിസിറ്റേഴ്സ് ഞങ്ങൾക്ക് കുറവാണ്. ടൗണിലല്ല ഞങ്ങൾ. കൊടുങ്ങല്ലൂർ ചേരമാമ്പള്ളിയുടെ അവിടെ നിന്ന് അഞ്ചപ്പാലം റോഡാണ്, അഴീക്കോട് പോണ റോഡിൻ്റെ അവിടെ നിന്ന് കൊന്നച്ചോട് എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് ചെറിയൊരു റോട്ടിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ പൊതുവെ ആളുകൾ പറയും വരാനുള്ള ബുദ്ധിമുട്ട്, വഴി പ്രശ്നമെന്നൊക്കെ പറയും. അതും ഞങ്ങൾക്കൊരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീടാണല്ലോ ഇത് വേറെ ഒഴിവാക്കിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല. കൂടാതെ ഇവിടെ കൂടുതൽ കിടപ്പ് രോഗികളുണ്ട്, ബെഡിലാണ് അവർ. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഭക്ഷണം ആളുകളുണ്ട്. ഇവിടെ ഒരു ആളുണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.